തിരുവനന്തപുരത്ത് അമ്പൂരി കുമ്പിച്ചൽ കടവിൽ ശരീരത്തിലൂടെ വാഹനം കയറിയിറങ്ങി 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. വിനോദസഞ്ചാരത്തിനെത്തിയ കുഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത്. കാട്ടാക്കട കൊറ്റമ്പള്ളി കുറ്റാനിക്കാട് സ്വദേശിനികളുടെ മകൾ ഋതുവേദയാണ് മരിച്ചത്. കുമ്പിച്ചൽ പാലം കാണാനായിട്ട് ടെമ്പോ ട്രാവലറിൽ വന്ന ആളുകളാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ വണ്ടിയിൽ നിന്ന് കുറച്ചാളുകൾ കുട്ടികൾ ഉൾപ്പെടെ വണ്ടിയിൽ നിന്നിറങ്ങി നിൽക്കുമ്പോഴാണ് വണ്ടി മുന്നോട്ടെടുക്കുകയും വണ്ടിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കുട്ടികളെ ഇടിച്ച് പാലത്തിന്റെ കൈവരിയിൽ തട്ടി വണ്ടി നിൽക്കുകയാണ് ഉണ്ടായത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ ഇന്ന് നടന്നത്. ഗോകുലുണ്ട്. ഗോകുൽ, ഈ യാത്ര ചെയ്തിരുന്ന അതേ വാഹനം ഇടിച്ചാണോ ഈ കുഞ്ഞിന് ദാരുണാന്ത്യം ഉണ്ടായത്? അരുൺകുമാർ, ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഈ ദാരുണാന്ത്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് കുമ്പിച്ചൽ കടവ് പാലത്തിന് മുകളിലേക്ക് ഈ വാഹനത്തിൽ വരുന്നു. അതായത് കാട്ടക്കട സ്വദേശിയായ അനൂപ് പ്രസാദും അതേപോലെ തന്നെ ഭാര്യ നിസയും പിന്നെ സുഹൃത്തുക്കളായ 3 കുടുംബവുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. വാഹനം ഓടിച്ചത് കുട്ടിയുടെ അച്ഛനായിട്ടുള്ള അനൂപ് പ്രസാദ് തന്നെയായിരുന്നു. അനൂപ് പ്രസാദ് ഈ വാഹനം കൊണ്ടുവന്ന് ഈ പാലത്തിൽ പാർക്ക് ചെയ്യുന്നു. തുടർന്ന് കുട്ടികളൊക്കെ ഇറങ്ങുന്നു. അതിന് മുൻപിൽ നിന്ന് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് കുട്ടികളുടെ ദേഹത്തേക്ക് വാഹനം ഇടിച്ച് കയറിയെന്നുള്ളതാണ്. തൽക്ഷണം കുട്ടി മരിച്ചു. എന്തായാലും 2 കുട്ടികൾക്കാണ് സാരമായി പരിക്കേൽക്കുകയും തുടർന്ന് നെയ്യാർ ആശുപത്രിയിലേക്ക് ഇതേ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകുന്നൊരു ഘട്ടവും ഉണ്ടായിരുന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നവീകരിച്ച പാലമാണ് ഈ കുമ്പിച്ചൽ കടവ് പാലം. ഈ നെയ്യാർ കാണാനും അതേപോലെ തന്നെ പ്രദേശമൊക്കെ ആസ്വദിക്കാനും ഒക്കെ വലിയ തിരക്കുമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. വൈകുന്നേരവും വലിയ കനത്ത തിരക്കൊക്കെ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ദാരുണാന്ത്യം അല്ലെങ്കിൽ വലിയ അപകടം നടക്കണമെന്നുള്ളതാണ്. എന്തായാലും ഈ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് മാറിപ്പോയതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. കുട്ടികൾ ഈ സമയത്ത് തന്നെ ഈ വാഹനത്തിന് മുൻപിൽ നിന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് വാഹനം മുൻപോട്ട് പോവുകയും തുടർന്ന് ഈ 3 വയസ്സുള്ള കുഞ്ഞിന്റെ ദേഹത്തേക്ക് വാഹനം കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അങ്ങനെ കുഞ്ഞിനെ നെയ്യാർ ആശുപത്രി എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റൊരു കുട്ടിക്ക് സാരമായ പരിക്കുകളോടെ നെയ്യാർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. അരുൺ, അതായത് അച്ഛൻ തന്നെ ഓടിച്ച വാഹനം അല്ലേ ഗോകുൽ? അരുൺ, തീർച്ചയായും അച്ഛൻ തന്നെ ഓടിച്ചിരുന്ന ടെമ്പോ ട്രാവലർ വാഹനമാണ്. ഇതിൽ ഈ അനൂപ് പ്രസാദും ഭാര്യ നിസയും ഇവരുടെ സുഹൃത്തുക്കളായ 3 കുടുംബങ്ങളുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു സംഘം, 8ഓളം പേർ അടങ്ങുന്ന ഒരു സംഘമാണ് ചെറിയ മിനി ട്രാവലറിലാണ് ഈ പ്രദേശത്തേക്ക് വന്നത്. തുടർന്ന് ഈ പ്രദേശത്ത് ചെറിയൊരു കയറ്റവും ഇറക്കവും ഒക്കെയുള്ളൊരു പ്രദേശമുണ്ട്. ആ ഭാഗത്താണ് വാഹനം പാർക്ക് ചെയ്തിട്ട് ഇവർ കുടുംബത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷവും സാഹചര്യവും ഒക്കെ ഉണ്ടായത്. തുടർന്ന് കുറച്ചുപേർ ഈ പാലവും അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള നദിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കുട്ടികൾ ഈ വാഹനത്തിന് മുൻപിൽ നിന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3 വയസ്സുള്ള കുട്ടിയും മറ്റു കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വാഹനത്തിന്റെ ഇത്തരത്തിൽ വാഹനം മുൻപോട്ട് ഉരുണ്ടു നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും തുടർന്ന് കുഞ്ഞിന്റെ മേലിലേക്ക് വാഹനം കയറുകയും ചെയ്തത്. ഇതേ വാഹനത്തിൽ തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛൻ തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നെയ്യാർ ആശുപത്രി എത്തിക്കുന്നതിന് മുൻപേ തന്നെ മരണം സംഭവിച്ചിരുന്നത്. വളരെ വേദനിപ്പിക്കുന്ന സംഭവമായി പോയി. ഒരു ഉല്ലാസയാത്ര. താങ്ക് യു ഗൂഗിൾ. ഉല്ലാസയാത്ര എങ്ങനെയാണ് ഒരു ദുരന്തയാത്രയായി മാറിയത് എന്നുള്ളതാണ്. വാഹനമൊക്കെ